കണ്ണൂരിലെ UDF പ്രചാരണ വേദിയിൽ CPIM BJP ഡീൽ ആരോപണം കടുപ്പിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ നടക്കുന്നത് CPIM BJP കൂട്ടുകച്ചവടമാണ്. പ്രധാനമന്ത്രിക്കെതിരെ പിണറായി സംസാരിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മോദിയും സംസാരിക്കില്ല. പിണറായിയെ ജയിലിൽ പോകാതെ സംരക്ഷിക്കുന്നത് മോദിയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. This election is a fight between two ideologies. The ideology of the left front CPM and the ideology of the UDF and the Congress party. A left party is allying with the extreme right party because they have diametrically opposite ideologies. So the question is, how is it possible that left party is partnering with the right party? ഡൊണാൾഡ് ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നത് പോലെ പിണറായി വിജയനെ മോദി നിയന്ത്രിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. Donald Trump controls Narendra Modi. Narendra Modi controls the Chief Minister of Kerala. Chief Minister of Kerala knows that Narendra Modi is not acting on his cases. Chief Minister of Kerala knows that Narendra Modi has the key to putting the Chief Minister in jail right now. CPM leaders stole gold from Sabarimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabarimala. CPIM വിട്ടുവന്ന TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും രാഹുൽ ഗാന്ധിയുമായി വേദി പങ്കിട്ടത് രാഷ്ട്രീയ കൗതുകവുമായി. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അല്പം പ്രഖ്യാപിക്കാൻ അല്പം വൈകിയതുകൊണ്ട് തന്നെ ആദ്യ ലാപ്പിൽ പ്രചാരണത്തിൽ LDF ഒരുപടി മുന്നിലായിരുന്നു, BJPയും അതുപോലെ തന്നെ ഒരുപടി മുന്നിലായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കേരളത്തിൽ സജീവമായതോടുകൂടി UDF ക്യാമ്പിൽ വലിയ ഉണർവായി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇവിടെ നേതാക്കൾ നേരത്തെ തന്നെ ഈ ഡീലാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് അതിന് മൂർച്ച കൂട്ടി കുറച്ചുകൂടി കടുപ്പിക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു പ്രചാരണ ആയുധമായി UDFന് കൈവരികയാണ്. അത് LDF ക്യാമ്പിലും അതിനുള്ള ഒരു ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. നിശ്ചയമായും ശ്യാമിലി, അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിന് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ ഘട്ടത്തിലാണ് പ്രചാരണത്തിലേക്ക് എത്തിയത്. ഇന്നലെ പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ CPM BJP ബന്ധം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങൾ നിരത്തിയാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിക്കുന്നത്. പലപ്പോഴും ഇടത് പാർട്ടികളിൽ നിന്ന് വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ മുമ്പ് രാഹുൽ ഗാന്ധി ഈ ബന്ധം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇപ്പോഴും വീണ്ടും ആ വിമർശനത്തിൻ്റെ മൂർച്ച കൂട്ടുകയാണ് ഈ പ്രചാരണ നാളുകളിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേരെടുത്ത് ഒരിക്കലും വിമർശിക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും പല കേസുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി കേരളത്തിലെത്തിയിട്ട് ഒരു വാക്ക് പോലും വിടാതെയാണ് പ്രചാരണ രംഗത്ത് നിന്ന് പിന്മാറിപ്പോയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവിടെയും അത്തരം പ്രധാനമന്ത്രിയുടെ മൗനം പോലും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഡീലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് വളരെ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. CPM BJP ബാന്ധവം തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പല വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികൾക്ക് ഈ ഇത്രത്തോളം തീവ്ര വലതുപക്ഷവുമായി എങ്ങനെ സഹകരിക്കാനാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യമായി അദ്ദേഹം ഉന്നയിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഇടതുപക്ഷ പാർട്ടികൾ പിന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് CPMനെ ആക്രമിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. CPM അത് പിന്നോട്ട് പോകുന്നു. അതിനെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യമായി ആരോപണമായി അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും CPM BJP ഡീൽ എന്ന ആ പ്രചാരണം അത് സംസ്ഥാന നേതാക്കൾ ആദ്യം തൊടുത്തുവിട്ടെങ്കിൽ അത് ഇപ്പോൾ അതിന് മൂർച്ച കൂട്ടി വീണ്ടും ആക്രമിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓരോ പ്രചാരണ വേദികളിലും.